വെൽക്കം ടു മൾബാത്തീസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് ഞാൻ ശശുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് എണീറ്റ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ബ്രേക്ക്ഫാസ്റ്റുള്ള സമയം കഴിയുകയും ചെയ്തു, ലഞ്ചിനുള്ള ടൈമുമായി. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ശശുക്ക. പേര് കേട്ട് പേടിക്കണ്ട, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം. അത്യാവശ്യം എരിവും പുളിയുള്ള ഗ്രേവിയിൽ എഗ്ഗ് പോച്ച് ചെയ്തെടുക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റ് ഡിഷാണിത്. അപ്പോൾ ശശുക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശശുക്ക ഉണ്ടാക്കാൻ വേണ്ടി ചൂട് കട്ടിയുള്ളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഈ ഡിഷിന് മെയിനായിട്ട് മുട്ടയും തക്കാളിക്കാണ് വേണ്ടിയത്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർക്കുന്ന വഴിയെ പറഞ്ഞുതരാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒലിവ് ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് സാമാന്യ വലിപ്പമുള്ള 2 സവോള ചെറുതായിട്ട് നുറുക്കി ചേർത്തിട്ടുണ്ട്. സവോള ഒന്ന് പെട്ടെന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ സൈഡിലേക്ക് മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. സവോളയുടെ വെള്ളമൊക്കെ ഇച്ചിരി ഇറങ്ങി വരുന്നുണ്ട്. ഒരു 4 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. സവാള ഒന്ന് മുരിഞ്ഞ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 4 തക്കാളിക്ക് ചേർക്കുക. ഒരു ചെറിയ തക്കാളിക്ക് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള തക്കാളിക്ക് അടിച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ 2-2.5 ടേബിൾ സ്പൂൺ നമ്മുടെ പുളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൊമാറ്റോ പ്യൂരി ചേർത്താലും മതിയാവും. എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള തക്കാളിക്ക് അടിച്ച് ചേർക്കുന്നതാണ് ഇഷ്ടം. ഒപ്പം തന്നെ ഒരു 3/4 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് കുക്കായിട്ട് വരട്ടെ. ടൊമാറ്റോ ഒക്കെ ആ പ്യൂരിയിലൊന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ആ വെന്ത് ഉടഞ്ഞ ആ സമയത്ത് നമുക്ക് 2 പിഞ്ച് നട്ട്ബക്ക് ചേർക്കാം. ഇത് ജാതിക്കക്കുരു പൊടിച്ചതാണ്. 1-2 പിഞ്ച് മാത്രം മതി. കാൽ സ്പൂൺ ജീരകപ്പൊടി, സിനമൺ പൗഡർ ഒരു 1/4 സ്പൂൺ കഷ്ടി മതിയോ. 2 സ്പൂൺ പപ്പരിക്ക പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതിയാവും. കുറച്ച് പാഴ്സലി ഇപ്പം ചേർക്കാം. പപ്പരിക്ക പൗഡറും ആ പാഴ്സലിയും നട്ട്ബഗിൻ്റെ എല്ലാം കൂടെ ആ മണം വരുന്നുണ്ട്. ഇപ്പം അതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ആ ശശുക്കയുടെ റിയൽ ടേസ്റ്റ് വരുന്നത്. എല്ലാ സോസിൽ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് നലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മണവും വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് മഷ്റൂം ചേർക്കുവാണ്. ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് മഷ്റൂം.
മഷ്റൂം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത് ഓപ്ഷനിലാണ്. ഇനി പെപ്പർ ചേർക്കാനുള്ള സമയമായി. ഞാൻ 2 കളറ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള മുളകെടുക്കാം. ദശക്കട്ടിയുള്ള ക്യാപ്സിക്കമോ ബെൽ പെപ്പറോ ഹാലപ്പിനോയോ ഇഷ്ടമുള്ളത് ചേർക്കാം. 3 കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി പച്ച ക്യാപ്സിക്കം മാത്രമേ ഉള്ളെങ്കിൽ എന്താണുള്ളതെങ്കിൽ അത് ചേർക്കാം. ഇത് ഏകദേശം ഒരു 1.5-2 കപ്പോളം പെപ്പറുണ്ട്. ഇതാണ് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാകത്തിന് പെപ്പർ എടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. കുറച്ചൊരു ക്രീമി സോസി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഡിഷാണിത്. ഒരു 3-4 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചിരുന്നു. മഷ്റൂമും പെപ്പേഴ്സും ഒക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ പാകത്തിന് ചേർക്കാം. ഇച്ചിരി എണ്ണയോ ബട്ടറോ വല്ലതും എക്സ്ട്രാ വേണമെങ്കിൽ അതും ചേർക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഈ സോസ് നമ്മളൊരു കുറച്ച് ഹോൾസ് ഉണ്ടാക്കും, മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി. ഇത്രയും നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചും ഗ്രേവിയുടെ അളവനുസരിച്ചുമാണ് മുട്ട ചേർക്കേണ്ടത്. ഇതിലൊരു ഞാൻ 5 മുട്ടയാണ് ചേർക്കാൻ പോണത്. മുട്ട നേരിട്ട് പൊട്ടിച്ചൊഴിക്കാതെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒഴിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ നല്ലത്. ഗ്രേവിയുടെ ഉപ്പൊക്കെ പാകമാണെങ്കിൽ ഈ മുട്ടയ്ക്ക് വേണ്ടി മാത്രം ഒരു സ്വല്പം ഉപ്പ് വിതറാം. സ്വല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് പാഴ്സലി. ഇത് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് വേവിക്കാം. റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റാണ് വെച്ചത്. എഗ് യോൾക്ക് നല്ല റണ്ണി ആയിട്ട് കിട്ടണം. പീറ്റ ബ്രെഡിൻ്റെ കൂട്ടത്തിലോ ടോസ്റ്റ് ബ്രെഡിൻ്റെ കൂട്ടത്തിലൊക്കെയാണ് ഇത് കഴിക്കുന്നത്. ആ സമയത്ത് യോൾക്കിനെ ഇങ്ങനെ കോരിയെടുത്താണ് കഴിക്കുന്നത്. ഇനി അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഇത്തിരി നേരം കൂടെ കുക്ക് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് സെർവിങ് ഡിഷ് ഒന്നും വേണ്ട. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് പണി എളുപ്പമായി. ഇപ്പോൾ നമ്മുടെ ശശുക്ക റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നല്ല ഹെൽത്തിയാണ്. അത്യാവശ്യം വെജിറ്റബിൾസും മുട്ടയും കൂടെ കൂടിയുള്ളൊരു കോമ്പിനേഷൻ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. അതല്ലേ മെയിൻ. പീറ്റ ബ്രെഡിൻ്റെ കൂട്ടത്തിലോ ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂട്ടത്തിലോ സാധാരണ ബ്രെഡിൻ്റെ കൂട്ടത്തിലോ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായമൊക്കെ അറിയിക്കുക.